ഹലോ ഓൾ 5 ഇയർ ആൻഡ് 3 ഇയർ LLB എൻട്രൻസ് എക്സാമായ CLE എക്സാം എഴുതുന്ന കുട്ടികൾക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ നമ്മുടെ രജിസ്ട്രേഷനൊക്കെ ഈ മാസം തന്നെ കാണുമെന്നാണ് പറയുന്നത്. 2026-27 വർഷത്തെ സംയോജിത പഞ്ചവത്സര ത്രിവത്സര LLB കോഴ്സിലേക്കുള്ള പരീക്ഷാ പ്രവേശന നടപടികൾ 2026 ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നതാണ്. പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്ന സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും സംവരണ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ കാറ്റഗറി സംവരണം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകളും നിശ്ചിത തീയതിക്കകം ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത് സംബന്ധിച്ചാണ് ഇന്നത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് ഇതിന് മേടിച്ച് വെക്കേണ്ടത്, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട സർട്ടിഫിക്കറ്റുകളെന്ന് നോക്കുകയാണെങ്കിൽ, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള കേരള സർക്കാർ പഠനാവശ്യങ്ങൾക്കായി നൽകുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന SCBC വിഭാഗക്കാരും മറ്റ് അർഹ സമുദായത്തിൽപ്പെട്ട OEC വിദ്യാർത്ഥികൾക്കുമാണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് മേടിച്ച് വയ്ക്കുക. അതുപോലെ തഹസീൽദാറിൽ നിന്നും ജാതി സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അത് മേടിച്ച് വയ്ക്കുക ആവശ്യമുള്ളവർ. വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത OEC വിഭാഗക്കാരാണ് അതിന് അപേക്ഷിക്കേണ്ടത്. അതുപോലെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, SC/ST OEC വിഭാഗക്കാർ ഒഴികെയുള്ള ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗക്കാർ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫീസ് ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അതുപോലെ മറ്റ് അർഹ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ജാതി, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുകളും വരുമാന സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങേണ്ടതാണ്. മിശ്രവിവാഹിതരുടെ മക്കൾക്ക് SCBC OEC ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതിന് അവർ വില്ലേജ് ഓഫീസിൽ നിന്നും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. എന്നാൽ മിശ്രവിവാഹിതരിൽ ഒരാൾ SC/ST വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അവരുടെ മക്കൾക്ക് SC/ST വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തഹസീൽദാർ നൽകുന്ന മിശ്രവിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. അതുപോലെ വില്ലേജ് ഓഫീസർ നൽകുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റിൽ ജനന സ്ഥലം ഉൾപ്പെടാത്തവർക്കും മാത്രം. അതുപോലെ വില്ലേജ് ഓഫീസർ നൽകുന്ന EWS സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണേതര വിഭാഗക്കാരായ വിദ്യാർത്ഥികൾ പ്രസ്തുത ആനുകൂല്യം ലഭിക്കുന്നതിനായി 4/10/2022 GO നമ്പർ പ്രകാരമുള്ള നിശ്ചിത ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ള കുട്ടികൾ അത് നേരത്തെ മേടിച്ച് വെക്കുക. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇത് നേരത്തെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ലേറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നേരത്തെ മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ബാക്കി വരുന്ന നോട്ടിഫിക്കേഷനും എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.